നിനക്കൊക്കെ നാണം ഉണ്ടോടാ ഇങ്ങനത്തെ കമന്റ് ഇടാൻ? പ്രതീഷ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ്. അവന് ഫാമിലി ഉള്ളതാണ്. അവരൊക്കെ ഇത് കാണത്തില്ലേ? നാണം കെട്ട നാറികളെ. നിനക്ക് അങ്ങനെ തന്നെ വിളിക്കാം. നിന്റെ ഒക്കെ സ്വഭാവമല്ല ഞങ്ങൾക്ക്. സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്, ഇത്രയേ കടത്താൻ പറ്റിയുള്ളൂ. കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി രേണുസുതി. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ ചർച്ചയാവുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളാണ് രേണുസുതി. കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് കടന്നതായിരുന്നു രേണുവിന് നേരെ ആദ്യം ഉയർന്ന വിമർശനങ്ങൾക്ക് കാരണം. പിന്നാലെ മകൻ കിച്ചുവിൻ്റെ തുറന്നു പറച്ചിലുകളും ഓൺലൈൻ മീഡിയകളോടുള്ള സംസാരവുമെല്ലാം വിമർശനങ്ങൾക്ക് കാരണമായി. വിദേശത്തേക്ക് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനുമാണെന്ന ആരോപണമടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില വ്ളോഗർമാരാണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇത്തരം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെ നൽകിയിരിക്കുകയാണ് രേണുസുതി. രേണുവും മാനേജറും ശരീരം മുഴുവൻ സ്വർണം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇത്രയേ കടത്താൻ പറ്റിയുള്ളൂ എന്ന് AI ഇമേജിൽ രേണുസുതി കുറിച്ചിട്ടുമുണ്ട്. ഒപ്പം കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏജന്റുമാരുമെല്ലാം അവിടെ ഊഞ്ഞാലാടാൻ ഇരിക്കുന്നത് കൊണ്ട് സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്, ഇന്ന് ഇത്രയേ കൊണ്ടുവരാൻ പറ്റിയുള്ളൂ, സോറി ഗെയ്സ്, അടുത്ത പ്രാവശ്യം നോക്കാം എന്നും രേണുസുതി കുറിച്ചിട്ടുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്തെത്തിയത്. ഭൂരിഭാഗവും രേണുസുതിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ്. പരിഹസിച്ചും വിമർശിച്ചും കമൻറ്റിടുന്നവരും ധാരാളമാണ്. അതേസമയം സമൂഹത്തിൽ കാണുന്നതാണ് മാതാപിതാക്കളെ ആളുകൾ വൃദ്ധസദനത്തിലാക്കുന്നതും തള്ളിക്കളയുന്നതും അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കളെയും. ഇതൊക്കെ സ്വാഭാവികമായും നമ്മൾ വാർത്തകളിലും മറ്റും കാണുന്നതാണ്. കിച്ചുവിൻ്റെ സ്ഥാനത്ത് ഋതപ്പനാണെങ്കിൽ പോലും എന്നെ തള്ളിപ്പറഞ്ഞാൽ അവനെ ഞാൻ അവൻ്റെ വഴിക്ക് വിടും, പിന്നാലെ പോയി ശല്യം ചെയ്യാൻ നിൽക്കുകയില്ല. കിച്ചു തള്ളിപ്പറഞ്ഞാലും ബൈ പറയും ഞാൻ. 22 വയസ്സുള്ള യുവാവാണ് കിച്ചു. അവനെ പിറകെ പോയി ശല്യം ചെയ്യേണ്ട കാര്യം ഇല്ല എന്നു കരുതി അമ്മ എന്ന രീതിയിൽ കിച്ചുവിനോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. ആ ഒരു സ്നേഹം അവനോട് എന്നും എനിക്കുണ്ടാകും എന്നാണ് കിച്ചുവുമായുള്ള പ്രശ്നത്തിൽ രേണുസുതി അടുത്തിടെ പറഞ്ഞത്. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പണിക്കും പോകാതെ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയോനില്ലല്ലോ, മരിച്ചു പോയി. അപ്പൊ നീ കൊണ്ട് ചെലവിന് ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഇറക്കിയേറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടേ എങ്ങനെയും.